നമസ്കാരം. കെ എം മാണിയായിരുന്നു കേരളത്തിലെ ക്രൈസ്തവരുടെ എക്കാലത്തെയും വലിയ ഹീറോ. അത് സഭാവ്യത്യാസമില്ലാതെ ക്രൈസ്തവർ കെ എം മാണിയെ അഭയകേന്ദ്രമായി കരുതി. മാണി സാർ എന്നല്ലാതെ ആരും, അത് എത്ര വലിയ തിരുമേനിയാണെങ്കിലും, കെ എം മാണി അഭിസംബോധന ചെയ്തിട്ടില്ല. മാണി സാറിൻ്റെ അടുത്ത് ചെല്ലുന്ന ഒരു ക്രൈസ്തവനും ഒരിക്കലും അവൻ്റെ ആവശ്യം നിറവേറ്റാതെ മടങ്ങേണ്ടി വന്നിട്ടില്ല. അതേസമയം മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും കെ എം മാണി മാണി സാർ തന്നെയായിരുന്നു. പാലായുടെ കുഞ്ഞുമാണി കെ എം മാണിയുടെ അടുത്ത് പോയിട്ട് കാര്യം സാധിക്കാത്തതായി ആരുമുണ്ടായിരുന്നില്ല. ആ നേതാവിൻ്റെ മരണത്തിന് ശേഷം ശൂന്യമായത് ക്രൈസ്തവ സമുദായമാണ്. ക്രൈസ്തവർക്ക് മാണി സാറിന് പകരം നിൽക്കാൻ ഒരു നേതാവിനെ പിന്നീട് ലഭിച്ചില്ല. ആ വിടവ് നികർത്താൻ ഷോൺ ജോർജ് ഉയർന്നു വരുന്നു എന്നാണ് പലരും പറയുന്നത്. അപ്പൻ പി സി ജോർജിനെ പോലെ ലൈസൻസ് ഇല്ലാത്ത ഡയലോഗില്ല. അതേസമയം പി സി ജോർജ് ജനഗീത ഉണ്ടുതാനും എന്നതാണ് ഷോൺ ജോർജിന്റെ പ്രത്യേകത. ഷോൺ ജോർജ് BJP-യിലേക്ക് ചേർന്നപ്പോൾ ഇതോടെ അയാളുടെ രാഷ്ട്രീയ ജീവിതം തീർന്നു എന്നാണ് പലരും കരുതിയത്. എന്നാൽ അത് തെറ്റാണ്. കൃത്യമായ പദ്ധതിയോടെയാണ് താൻ BJP-യിലേക്ക് ചേർന്നത് എന്ന് ഷോൺ തെളിയിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തെ BJP-യിലേക്ക് അടുപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഷോണിനെ BJP ഏൽപ്പിച്ചത്. അത് പടിപടിയായി ഏതാണ്ട് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഷോൺ ജോർജ് BJP-യിൽ വന്ന ഈ 15 മാസ കാലയളവിനിടയിൽ ക്രൈസ്തവരുടെ മനോഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന ആൾ ഷോൺ ജോർജ് തന്നെയാണ്. കേരളത്തിലെ എല്ലാ മെത്രാന്മാർക്കും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ ഷോൺ ജോർജാണ് പ്രധാനപ്പെട്ട ആശ്രയം. ജോർജ് കുര്യനെ പോലൊരു കേന്ദ്രമന്ത്രിയുണ്ട്. ജോർജ് കുര്യൻ സഹായിയാണ്. ജോർജ് കുര്യൻ ജാടയില്ലാത്ത ആളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ജോർജ് കുര്യൻ ഒരു പരമ്പരാഗത BJP-കാരനാണ്. ഷോൺ ജോർജ് ക്രൈസ്തവർ ആഗ്രഹിക്കുന്ന മോഡേൺ BJP-കാരനാണ്. ഈ വ്യത്യാസം പ്രധാനപ്പെട്ടതാണ്. വഖഫിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഷോൺ നടത്തിയ ഇടപെടൽ ചില്ലറയായിരുന്നില്ല. നിരന്തരമായി മുനമ്പത്ത് പോവുക, മുനമ്പത്തെ ജനങ്ങൾക്ക് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിക്കുക, അവരുടെ വിഷയം ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, വഖഫ് ഭേദഗതി നിയമത്തെയും മുനമ്പം വിഷയത്തെയും രണ്ടാക്കാൻ UDF ശ്രമിക്കുമ്പോൾ അതൊന്നു തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുക. ഇത് രണ്ടും രണ്ടായാൽ മുനമ്പത്തിന്റെ ലക്ഷ്യം സാധിക്കില്ല എന്ന് തോന്നലുണ്ടാക്കുക. മുനമ്പത്തിന് വേണ്ടി ക്രൈസ്തവർ വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കണമെന്ന എക്കോസിസ്റ്റം സൃഷ്ടിക്കുക. ഇതൊക്കെ ചെയ്തത് ചാക്കോച്ചൻ എന്ന് സ്നേഹപൂർവ്വം അടുപ്പക്കാർ വിളിക്കുന്ന ഷോൺ ജോർജാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭയിലെ അധ്യക്ഷന്മാർ സഭാവ്യത്യാസമില്ലാതെ ഷോണിനെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാരുടെ സമിതിയുടെ അധ്യക്ഷൻ കേരളത്തിലെ ഏറ്റവും ശക്തനായ മത നേതാക്കളിൽ ഒരാളാണ്. തിരുവനന്തപുരത്തെ മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും കർദിനാളും കൂടിയായ മാർ ക്ലീമിസ് ബാവ. മാർ ക്ലീമിസ് ബാവയെ ആരും രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടതില്ല. ബാവ തൃശ്ശൂരിലെ പഴയ കുണ്ടുകുളം മെത്രാനെ പോലാണ്. ബാവയുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ് രാഷ്ട്രീയ നേതാക്കൾ. അത്രയും നീക്കങ്ങൾ അറിയാവുന്ന ബാവ അധ്യക്ഷനായിരിക്കുമ്പോൾ KCBC-യെ കൊണ്ട് വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായി ഒരു പ്രസ്താവന ഇറക്കിക്കണമെങ്കിൽ ചില്ലറ കഠിനാധ്വാനം ഒന്നും പോരാ. ആ കഠിനാധ്വാനം വിജയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇതാ പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള യുദ്ധത്തിലും ഷോൺ ജോർജ് വിജയം കൈവരിച്ചത്. മാത്യു കുഴനാടൻ എന്ന ജനപ്രിയനായ കോൺഗ്രസ് MLA-ക്ക് സാധിക്കാത്തിടത്താണ് ഷോൺ ജോർജ് വിജയം കൈവരിച്ചിരിക്കുന്നത്. മാത്യു കുഴനാടൻ വിജിലൻസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ നീക്കം പൊളിഞ്ഞുപോയി. മാത്യു കുഴനാടൻ്റേത് ഉണ്ടയില്ല വെടിയാണ് എന്ന് പറഞ്ഞ് CPM ആഘോഷം തുടങ്ങിയപ്പോഴാണ് ഒരു ചുവടും പിഴയ്ക്കാതെ ഷോൺ ജോർജ് മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിലേക്ക് അടയ്ക്കുന്ന വഴി തുറന്നു കൊടുത്തിരിക്കുന്നത്. VS അച്യുതാനന്ദന്റെ അടുപ്പക്കാരനായ PC ജോർജ് വന്നപ്പോൾ മുതൽ പിണറായിക്കുള്ള പക ഇപ്പോഴും തുടരുമ്പോൾ പിണറായിയെ പാഠം പഠിപ്പിച്ച് എന്ന് വിചാരിച്ച് ജോർജിന് സാധിക്കാത്തതാണ് ജോർജിന്റെ മകനിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ BJP-കാർക്കിടയിലും ക്രൈസ്തവർക്കിടയിലും സൂപ്പർ ഹീറോയായി മാറിയ ഷോൺ ജോർജ് എന്ന ചാക്കോച്ചൻ എങ്ങനെയാണ് പിണറായിയുടെ മകളെ ജയിലിൽ അടുത്തുവരെ എത്തിച്ചത് എന്ന് പറയുന്നത് കൂടി കേൾക്കുക. ഷോണെ, നമസ്കാരം. വീണ്ടും മറ്റൊരു വിജയം കൂടി നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നു. വീണ്ടും അഭിനന്ദനങ്ങൾ. അപ്പം ആദ്യത്തേത് വഖഫായിരുന്നു. ആ വഖഫിലെ ആശയക്കുഴപ്പം ഇനി ഓക്കെ ആണ് എങ്കിൽ പോലും ക്ലാരിറ്റി വന്നിട്ടില്ല കേട്ടോ. ഈ മുനമ്പംകാർക്ക് പൂർണ്ണമായി അതെ ട്രിബ്യൂണലിലേക്ക് വരുമ്പോൾ അതിന്റെ ക്ലാരിറ്റി വരും. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഞാൻ ഇന്നലെ ചേട്ടന്റെ അടുത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെങ്കിലും ഇതിനകത്ത് കുറവുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് കൊടുത്തൊരു വാക്കാണ്. അതിനകത്ത് ഒരു സംശയം അവർക്ക്. ഞാൻ പറഞ്ഞു ഇതെല്ലാം വിട്ട് കളഞ്ഞു. അവർക്ക് കുടികിടപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കിടപ്പുണ്ട്. അവർക്ക് ഈ ഭേദഗതിയിൽ തന്നെ 5 കാര്യങ്ങൾ കൊണ്ട് അവർ രക്ഷപ്പെടാൻ കഴിയും. അതിനകത്ത് ഒരു പോയിന്റ് മാത്രമല്ല, ഇതിനകത്ത് മുൻകാല പ്രാബല്യം എന്ന് പറയുന്ന റെട്രോസ്പെക്റ്റീവ് എഫക്ട് എന്ന് പറയുന്ന ഒരു വിഷയം മാത്രമാണ്. ഇനിയും 5 കാര്യങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടെ പറയാറില്ല. ഈ വഖഫ് ഭേദഗതി വന്നില്ലായിരുന്നെങ്കിൽ പോലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ട്രിബ്യൂണലിൽ. പക്ഷെ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ വഖഫ് ഭേദഗതി വന്നതുകൊണ്ട് ആ മുനമ്പൻ ജനത രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ. അപ്പൊ ഈ വിഷയം നമ്മുടെ വീണ വിജയന്റെ വിഷയം, ഈ വിഷയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നത്
ഈ മനോരമയുടെ വാർത്ത വന്നതൊരു വിവാദമായതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിച്ചേരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്, അത് എങ്ങനെയാണ് വന്നത് ഇതിലേക്ക്? മനോരമ വാർത്ത വന്നപ്പോൾ അത് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിപരമായി പറഞ്ഞാൽ എന്റെ കുടുംബത്തെയും എന്റെ രാഷ്ട്രീയ പാർട്ടിയും ഏറ്റവും അധികം ദ്രോഹിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. 2006 മുതൽ വി എസ് അച്യുതാനന്ദനോടൊപ്പം പി സി ജോർജ് നിലകൊണ്ടു എന്നതിന്റെ അന്ന് തുടങ്ങിയതാണ് പിണറായി വിജയനും പി സി ജോർജും തമ്മിലുള്ള പ്രശ്നം. അല്ലാതെ ഇവർ തമ്മിൽ വ്യക്തിപരമായ പ്രശ്നമല്ല. ശരിക്കും 2001-6 കാലഘട്ടത്തിൽ സഖാവ് വി എസ് അച്യുതാനന്ദൻ, ഒരുപക്ഷെ ചേട്ടൻ ഓർക്കുന്ന കാണും, 2001 തെരഞ്ഞെടുപ്പിൽ വി എസ് അച്യുതാനന്ദൻ തീരെ സ്വീകാര്യനായിരുന്നില്ല ആർക്കും. മതികെട്ടാൻ മലയിലൊക്കെ വരുന്നതും മതികെട്ടാനിൽ കൊണ്ടുപോയതും വി എസിനെ മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ കൊണ്ടുപോയതും പി സി ജോർജാണ്. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെക്കാൾ കൂടുതൽ ശക്തമായി അദ്ദേഹത്തിനോടൊപ്പം നിലകൊണ്ട വ്യക്തിയാണ് പി സി ജോർജ്. അന്നു മുതൽ 2004 സംസ്ഥാന സമ്മേളനം, എനിക്ക് തോന്നുന്നു മലപ്പുറം സംസ്ഥാന സമ്മേളനം, അത് 11 ജില്ലാ കമ്മിറ്റികൾ പിടിച്ചുകൊണ്ട് മലപ്പുറത്തെത്തിയ വി എസ് അച്യുതാനന്ദൻ അവിടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കഷ്ടിച്ചാണ് ജയിച്ചത്. അത്ര വലിയ അട്ടിമറി അവിടെ നടന്നു. ആ അട്ടിമറിക്ക് പുറകിലും അന്നും നടന്ന അട്ടിമറിക്ക് പുറകിലുള്ള ആളുകളും ഇന്ന് പിണറായി വിജയന്റെ പുറകിലുള്ള ആളും ഒരേ ആളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫാരിസ് അബൂബക്കറാണ്. അവിടെ മുതൽ ഇവിടം വരെ നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേതൃത്വം സംസ്ഥാനത്തിന്റെ പോളിസി തീരുമാനിക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഒരു അദൃശ്യ സാന്നിധ്യം ഇപ്പോഴും പ്രകടമാണ്. ഇപ്പോഴും ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയി ഈ പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിയിരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ തന്നെയാണ്. പക്ഷെ അതൊന്നും തെളിയിക്കാൻ നമുക്ക് രേഖകളില്ല. പക്ഷെ കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ആ രേഖകൾ ഉണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോ അവിടെ തുടങ്ങിയ ഒരു പക ഇവിടം വരെ കണ്ടു. സ്വാഭാവികമായും പിണറായി വിജയനെതിരെയുള്ള ആരോപണം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഇത്രയേറെ നമ്മളോട് ദ്രോഹം ചെയ്ത ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിനെ ഒരു കള്ളനാണെന്നും അദ്ദേഹത്തിന്റെ എല്ലാ കാലത്തും അദ്ദേഹം സാമ്പത്തിക തിരിമറി, ലാവ്ലിൻ മുതൽ ഇങ്ങോട്ട് എടുത്താൽ സാമ്പത്തിക തിരിമറിയുടെ ആളാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വാച്ച് ചെയ്തു. പക്ഷെ അതെവിടെ എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. പക്ഷേ ഈ കേസ് വന്നപ്പോൾ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനുമായ ഒരു അഭിഭാഷകൻ, അദ്ദേഹത്തിന് പേര് പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഒരു കോർപ്പറേറ്റ് ലോയറാണ്. അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, നീ ഇത്ര മെനക്കെട്ട് പറയാനൊക്കെയല്ലേ, ഇങ്ങനെ ഒരു സ്കോപ്പ് ഈ കേസിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേൾക്കുന്നത്. നമ്മളൊക്കെ ആദ്യം കേൾക്കുന്നത് നിങ്ങൾ പറയുമ്പോഴാണ്, ഞാൻ കേൾക്കുന്നത് അദ്ദേഹം പറയുമ്പോഴാണ്. ആയിക്കോട്ടെ. അപ്പൊ അതായത് തീർച്ചയായിട്ടും കോർപ്പറേറ്റ് രംഗത്തുള്ള സാധനങ്ങളാണ്, നമ്മളൊന്നും ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന സാധനങ്ങളല്ലല്ലോ. അപ്പോ അദ്ദേഹമായിട്ട് ഞാൻ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് ഏറെക്കുറെ ഒരു 2 മാസം ഒരു ഹോംവർക്ക് നടത്തി. നമുക്കത് കേസ് നമുക്കറിയാലോ എത്രയൊക്കെയാണ് നമുക്കറിയാം. പിണറായി വേഴ്സസ് ഷോൺ ജോർജ് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ഞാൻ ടു സ്മോൾ, ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ എത്ര ചെറുതാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും അത്രയും പോലെ അന്നു മുതൽ ഞങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഓഫീസും അദ്ദേഹത്തിന്റെ സംവിധാനത്തിലും ഞങ്ങൾ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്തു. ഞാനും എന്നെ കൊണ്ട് കഴിയാവുന്ന ഡോക്യുമെന്റ്സ് എല്ലാം വിവരാവകാശപ്രകാരം അല്ലാതെ കളക്ട് ചെയ്തു. കോർപ്പറേറ്റ് രംഗത്ത് നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന വിവിധ ഏജൻസികളുടെയും അതുപോലെ ലോ ഫേംസിന്റെ സഹായത്തോടുകൂടി നമ്മൾ ഡോക്യുമെന്റ് എടുത്തു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഏറെക്കുറെ 50 ദിവസം ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ആ 50 ദിവസം കൊണ്ടുള്ള നടത്തിയ ഹോംവർക്കിന്റെ ഒടുവിലാണ് ഞങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ കേസ് ഫയൽ ചെയ്തു. ഹൈക്കോടതി വന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. കാരണം ഏതൊരു സാധാരണക്കാരനും നമുക്ക് ഇപ്പോഴും ജുഡീഷ്യറിയിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ഒരു ആശ്രയം അവിടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ജുഡീഷ്യറിയുടെ ഒരു വലിയ ഒരു ഇടപെടൽ അതിനകത്തുണ്ടായി. കൃത്യമായിട്ട് നമ്മുടെ ആ കേസിന്റെ ഫയലിംഗിൽ കേസിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ടു. എന്തുകൊണ്ട് SFI അന്വേഷണം ഇല്ല എന്നുള്ള നിലപാടിലേക്ക് എത്തി. അവിടെ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം തന്നെ കോടതി ഉത്തരവിടുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം SFI അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിനു മുമ്പും നിരവധി കേസിൽ ഈ പിണറായി വിജയന്റെ പുറകെ ഞാൻ പോയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരിടത്ത് ചെല്ലുമ്പോൾ അത് സ്റ്റക്കായി നിൽക്കും. കാരണം അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയില്ല. ഈ ലാവ്ലിൻ കേസിനും ഇതിനു മുമ്പുണ്ടായ ഈ സ്വർണ്ണക്കടത്ത് കേസ്, അതുപോലെ ഇതെല്ലാം ഞാൻ പറഞ്ഞ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട്, ലാവ്ലിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആ അക്കൗണ്ടിൽ വന്നിട്ടുള്ള പൈസ ഈ പറയുന്ന കമ്പനികളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രൈവറ്റ് വിദേശത്തുള്ള ഒരു അക്കൗണ്ടിനെ കുറിച്ച് അവിടെ അത് ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു മലയാളിക്ക് മാത്രം, എനിക്ക് വിശ്വസ്തനായ എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കരുതുന്ന ഒരു മലയാളിയാണ് എനിക്ക് ആ വിവരങ്ങൾ തന്നത്. പക്ഷെ ഞാനിപ്പോ ആരോപണം ഉന്നയിച്ചിട്ട് അവരൊക്കെ എനിക്കെതിരെ കേസ് വല്ലതും കൊടുത്തോ? കേസ് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ കോടതി ഓർഡർ മേടിച്ചുകൊണ്ട് ഞാൻ പോയി അത് എടുത്തുകൊണ്ട് വന്നേനെ. എനിക്കല്ലാതെ അത് എടുക്കാൻ മാർഗമില്ല. പക്ഷെ ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ നിന്നും ആ പണം മുഴുവൻ പോയിട്ടുള്ളത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയിലേക്കാണ് ഈ പണം മുഴുവൻ ഒഴുകിയിട്ടുള്ളത്. ഞാനിപ്പോഴും പറയുന്നു, ഈ പാസ്പോർട്ട് പിടിച്ചു വെച്ചില്ല, ഇനി അമേരിക്ക പോയാൽ തിരിച്ചു വരികയില്ല, അപ്പനും വരികയില്ല, മോളും വരികയില്ല. മനസ്സിലായി.
അല്ല അപ്പൊ എന്നിട്ട് ഇപ്പോഴുള്ള അവസ്ഥ എന്താ? ഇപ്പോഴത്തെ കേസിന്റെ അവസ്ഥ നിങ്ങൾ പറയണത് ഇവര് മകള് ശിക്ഷിക്കപ്പെടും തന്നെയാണോ? SFI അന്വേഷണം പൂർത്തീകരിച്ച് അതിന്റെ റിപ്പോർട്ട് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് സമർപ്പിച്ചു. അതാണ് അതിന്റെ പ്രൊസീജിയർ. ആ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഇതിന് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കണം. കേസ് റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം അതിനുള്ള അനുമതി നൽകി. ആ അനുമതിയുടെ അടിസ്ഥാനത്തിൽ കംപ്ലൈന്റ് അവര് എറണാകുളം ഡിസ്ട്രിക്ട് കോർട്ട് 7, അതാണ് SFIയുടെ സ്പെഷ്യൽ കോർട്ട്, അവിടെ ആണ് ഫയൽ ചെയ്യേണ്ടത്. അവിടെ അത് ഫയൽ ചെയ്തു. ഇനി SFIക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാം. അത് SFIയുടെ തീരുമാനമാണ്. എന്തൊക്കെയാണ് അവരുടെ തീരുമാനങ്ങൾ നമുക്കറിയാൻ കഴിയില്ല. ഓക്കെ, ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്, ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ തടസ്സമൊന്നുമില്ല. തടസ്സമൊന്നുമില്ല. ഈ കേസ് ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെയാണോ? 100% ജാമ്യമില്ലാത്ത വകുപ്പാണ്. ഓക്കെ, അപ്പൊ അതോടുകൂടി വീണയുടെയും CPM-ന്റെയും ഇടപാട് തീരുന്നു വേണേ പറയാം അല്ലേ? അവർ ഇതുവരെ ഉള്ളത് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യണ്ടേ? ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയല്ലേ അവരുടെ ആകെയുള്ളൊരു മുഖ്യമന്ത്രി, ഈ ലോകത്ത് തന്നെ ആകെയുള്ളൊരു മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം.